വിവാദങ്ങൾക്കിടയിലും മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി പിരിച്ചെടുത്ത കോടികൾ എവിടെയെന്ന ചോദ്യത്തിന് മറുപടിയില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് ഇപ്പോഴും യൂത്ത് കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിലും. വിദേശത്ത് നിന്ന് സമാഹരിച്ച പണം ഉൾപ്പെടെ മുക്കിയത് കോടികളാണ്. ഇപ്പോൾ കണക്ക് ചോദിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്നതായും ആരോപണമുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി നാട്ടുകാരിൽ നിന്നും പിരിച്ചെടുത്ത കോടികൾ എവിടെയെന്ന അണികളുടെ ചോദ്യത്തിന് മറുപടിയില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് ഇപ്പോഴും യൂത്ത് കോൺഗ്രസ്. ദുരന്തബാധിതർക്ക് 30 വീടുകൾ നൽകുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. എന്നാൽ ഒരു വീട് പോലും നിർമ്മിച്ചില്ല. പിരിച്ചെടുത്ത പണത്തിന് ഇപ്പോൾ കണക്കുമില്ല. ദുരന്തമുണ്ടായി 1 വർഷം പിന്നിടുമ്പോൾ ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ പഠന ക്യാമ്പിൽ മാത്രമാണ് നേതൃത്വത്തിനെ ചോദ്യം ചെയ്യാൻ പ്രവർത്തകർ തയ്യാറായത്. വയനാട്ടിൽ ചേർന്ന യോഗത്തിലടക്കം പ്രതിഷേധവും ഉയർന്നു. പണപ്പിരിവ് നടത്തിയ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ കോലഞ്ചേരി സ്വദേശി പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി പാലക്കാട് ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ച തുക രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ വകമാറ്റിയെന്നൊരു വിഭാഗം പ്രവർത്തകർ ആരോപിച്ചിരുന്നു. പിരിച്ച തുക പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ദൂർത്തടിച്ചെന്നാണ് ഉയർന്ന ആക്ഷേപം. 8.88 ലക്ഷം രൂപയാണ് പിരിച്ചതെന്നും അക്കൗണ്ടിൽ ഭദ്രമാണെന്നും വാർത്താസമ്മേളനം വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയും ചില രേഖകൾ ഉയർത്തിക്കാട്ടി ആർക്കും പരിശോധിക്കാമെന്ന വാഗ്ദാനവും നൽകിയിരുന്നു. എന്നാൽ പരിശോധന നടത്താൻ രേഖകൾ ആവശ്യപ്പെട്ടവർക്കൊന്നും അതിനുള്ള അവസരം ലഭിച്ചതുമില്ല. സംസ്ഥാന തലത്തിൽ 2.80 കോടിയും സ്പോൺസർഷിപ്പ് തുകയും ശേഖരിച്ച് 30 വീടുകൾ നിർമ്മിക്കാനായിരുന്നു പ്രഖ്യാപനം. മണ്ഡലം കമ്മിറ്റികൾക്ക് 2.5 ലക്ഷം രൂപ വീതം കോട്ടയം നൽകി. തങ്ങൾ നൽകിയ തുകയ്ക്കൊപ്പം വിദേശത്തു നിന്ന് സമാഹരിച്ച പണം എവിടെയെന്ന കമ്മിറ്റികളുടെ ചോദ്യത്തിന് മുന്നിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിയർക്കുകയാണ്. കണക്ക് ചോദിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്നതായും പരാതി ഉയർന്നിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.